ഹായ് കൂട്ടുകാരെ, ഞാൻ വന്നിരിക്കുന്നത് ഒരു ചുരങ്ങ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചുരങ്ങ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി നമുക്ക് ആവശ്യമായ ചുരങ്ങ എടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞ് നന്നായി കഴുകിയ ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. നമുക്ക് ചുരങ്ങ ഫ്രൈക്ക് ആവശ്യമായ വലിയുള്ളി, ചുവന്നുള്ളി ഒരു ചോപ്പറിലിട്ട് നന്നായി ചോപ്പ് ചെയ്തെടുക്കാം. ഞാൻ ചുരങ്ങ ഫ്രൈക്ക് ആവശ്യമായ തക്കാളി എടുത്തിട്ടുണ്ട്. വലിയ തക്കാളി ആണെങ്കിൽ 1 മതിയാവും. ഞാനിവിടെ ചെറിയ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ചുരങ്ങ ഫ്രൈക്ക് ആവശ്യമായ പച്ചമുളക് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ 2 എടുത്തിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോരുത്തർ എരിവിനനുസരിച്ച് എടുക്കാം. ഇത്രയും സാധനങ്ങളാണ് ചുരങ്ങ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടത്. ചിരങ്ങ, തക്കാളി, ഉള്ളി, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ആവശ്യമായ മസാലപ്പൊടികൾ. ആവശ്യമായ മസാലപ്പൊടികൾ ചൂടാക്കാനായി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ആവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ചിക്കൻ മസാല, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിരുന്നവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. മസാലപ്പൊടി ചൂടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമുക്കല്ലാതെയും ആഡ് ചെയ്യാം. ഒരു പാത്രമെടുത്ത് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ, കടുക് പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അത് മൂത്ത് വരുമ്പോൾ ആവശ്യമായ പച്ചമുളക്, കരിവേപ്പില, സവാള ചേർത്ത് കൊടുക്കുക. സവാളയുടെ പച്ചമണം മാറി വരുന്നതുവരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടി ചേർത്ത് അതിലോട്ട് അല്പം വെള്ളവും ചേർത്ത് അരിഞ്ഞു വെച്ച ചിരങ്ങയും ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മുടെ ചിരങ്ങയും മസാലയും തമ്മിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ചിരങ്ങ ഫ്രൈ തയ്യാറാക്കുമ്പോൾ അല്പം ചിക്കനും എടുത്തിട്ടുണ്ട്. അല്പം ചിക്കൻ കുറച്ച് മഞ്ഞളും മുളകും ഇട്ട് നന്നായി വേവിച്ചെടുക്കുക. ശേഷം ചെറുതായി അരിഞ്ഞ് അതിലോട്ട് ആഡ് ചെയ്യുക. ചിക്കൻ ഓപ്ഷനാണ് കേട്ടോ, ഞാൻ ഇവിടെ ചിക്കൻ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചിക്കൻ ഇട്ടാൽ മതി. ചിക്കൻ ഇടാതെ തന്നെ ഇത് അടിപൊളി ടേസ്റ്റിയാണ്. നിങ്ങൾ ഓരോരുത്തരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.